ഹലോ. അപ്പോൾ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ കറിയുമ്പോൾ തുടങ്ങാമല്ലേ. ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത്, പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല, മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, അല്ലാതെ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കിഴങ്ങ് ചേർക്കുന്നുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3-4 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നത് 9:30 ആ ടൈമിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുകയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കപ്പളങ്ങ ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ എടുക്കുകയുള്ളൂ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഇതാണ്, പാത്രം കഴുകുക. കുറേ ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ചായ കുടിച്ചത് മുതൽ രാത്രി ഫുഡ് ഉണ്ടാക്കിയത് കഴിഞ്ഞത് വരെയുള്ള പാത്രങ്ങളാണ് ഇപ്പോൾ കഴുകുക. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതും ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെ തന്നെയാണ്. രാവിലത്തെ ചോറ്, കപ്പ, ചിക്കന്, പിന്നെ മക്കൾ നേരത്തെ ചോറ് തിന്നിട്ടോ. അതുകൊണ്ട് ചിക്കൻ പൊരിച്ചതൊന്നും കാണാത്ത അതുകൊണ്ടാണ്. അതൊക്കെ ഒരു നേരത്തെ തിന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.